നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് വൈറ്റാക്കി മാറ്റുന്ന നല്ലൊരു അടിപൊളി പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് ശരിക്കും ഇത്തിരി ഒരു വൈറ്റിഷ് ലുക്ക് തരും കേട്ടോ. സാധാരണ നമ്മൾ പാക്കൊക്കെ ഇട്ടാൽ കൂടുതൽ പാക്കുകൾ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവും, നല്ല ക്ലിയർ ആവും, അഴുക്കും ടാനും ഒക്കെ മാറും, നല്ലൊരു വൃത്തിയായ ഫീലിങ്സ് ഉണ്ടല്ലേ. പക്ഷേ ഈ ഒരു പാക്ക് ഇടുമ്പം ഈ ഒരു എഫക്റ്റ് ഒക്കെ കൂടാതെ തന്നെ കുറച്ചൊരു വൈറ്റിഷ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ് ഇത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആകെ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും നല്ല ഈസിയാണ്, അതേപോലെ യൂസ് ചെയ്യാനും ഈസിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പാക്കാണ്, എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതേപോലെ സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണേ. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റൗവിൽ വെക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ വലിയൊരു പാത്രം എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ മതി, പിന്നീട് പകർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കടലമാവാണ്. കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഫേസിൽ മാത്രം ഇടാനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ടാവും. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിലും കാലിലും ഫുൾ ബോഡിയൊക്കെ ഇടാം കേട്ടോ. അതേപോലെ ഫേസിൽ മാത്രം ഇടുന്നവരാണെങ്കിലും കഴുത്തിലും ചെവിയുടെ അവിടെയൊക്കെ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫേസിലും കഴുത്തിലും ഒക്കെ 2 കളറായിട്ട് ഇരിക്കുമല്ലോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. പാൽ എടുത്തിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ ആണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവും 6 ടേബിൾ സ്പൂൺ പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇത് 6 ടേബിൾ സ്പൂൺ എന്നുള്ള 7 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ പൊടിയൊന്ന് മിക്സായി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. കട്ടയായിട്ട് കിടക്കുന്ന പൊടിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ കുറുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ, കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കിയെടുക്കാറില്ല. അതേപോലെ തന്നെ ഫ്ലെയിം കുറച്ചിടണം. ഇത് പെട്ടെന്ന് അങ്ങോട്ട് കുറുകും കേട്ടോ. നമ്മൾ വെച്ച മാത്രയ്ക്ക് മുന്നേ തന്നെ കുറുകും. അതുകൊണ്ട് വെക്കുമ്പോൾ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ല കട്ട പിടിക്കും. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിടുകയും ചെയ്യുക. ഇപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട്. എൻ്റെ ഇതാ ഇത്തിരി കട്ടിയായി പോകുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇത് ഇരുന്നിട്ട് ഇത്തിരി കുറുകുമല്ലോ. അപ്പോൾ നോക്കാം, ഇരുന്ന് കുറുകുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഒരു പരിപാടി ചെയ്യാം. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ എത്ര കട്ടയായെന്ന് കണ്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡേയിൽ ചെയ്തപ്പോൾ തൊട്ട് ഇതിലും നല്ലപോലെ ലൂസായ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കട്ട വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് പാല് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് സാധാരണ നമ്മൾ തിളപ്പിക്കാത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്ത് ഇത്തിരി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ലൂസാക്കുന്ന എത്രമാത്രം വേണമെന്ന് വെച്ചാൽ നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്താൽ അവിടുന്ന് ഒലിച്ച് പോവാത്ത പോലെ ലൂസാക്കി എടുത്താൽ മതി. ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ആർക്കെങ്കിലും ഇതുപോലെ കട്ടയായിട്ട് കിട്ടുകയാണെങ്കിൽ ഇച്ചിരി പാല് ചേർത്താൽ മതിയേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്യണേ. അഴുക്കോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും ഫേസിൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫേസിലിടുന്ന മാത്രമാണ് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ ഇത് കഴുത്തിലിടണം, അതേപോലെ കയ്യിലും കാലിലും ഒക്കെ ഇടാം കേട്ടോ. പിന്നെ കുളിക്കുന്ന സമയത്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ സ്കിൻ ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ എന്നും മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ നല്ലപോലെ വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. നല്ലപോലെ സൺടാൻ അടിക്കുന്നുണ്ട്. കൂടാതെ ഞാനാണെങ്കിൽ സൺസ്ക്രീൻ ലോഷനൊന്നും ഇട്ടിട്ടല്ല പോകുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെ കെയർ ചെയ്യാതെ നടന്നുകൊണ്ട് നല്ലപോലെ സൺടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഒരു പാക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി. 3 ദിവസമാണ് അപ്ലൈ ചെയ്ത് നോക്കിയത്. 3 ദിവസം നല്ല റിസൾട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് അനു ആട്ടോ. അവളുടെ പേര് അനു എന്ന് തന്നെയാണ്, എൻ്റെ കട്ടച്ചങ്കാണ്. അപ്പോൾ ഒരാഴ്ച കൂടിയിട്ട് അവളെ കണ്ടപ്പോഴുണ്ട് ഫേസ് നല്ലതുപോലെ വെളുത്തിട്ടിരിക്കുന്നു. അവൾക്ക് ഓൾറെഡി എന്നെക്കാട്ടിലും നല്ല കളറുണ്ട്, എങ്കിലും കുറച്ചുകൂടി സാധാരണ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ട് വെളുത്തിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് വന്നിട്ട് ഞാനും ഒന്ന് ചെയ്ത് നോക്കി, നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ. 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആവും. ഞാൻ എന്താ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഫറൻസ് വല്ലതും ഫീൽ ചെയ്തോ? വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് ചിലപ്പോൾ ഫീൽ ചെയ്യില്ലായിരിക്കും, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. നല്ല ക്ലിയറായി, നല്ല സോഫ്റ്റായി, ചെറുതായിട്ടൊന്ന് വൈറ്റിഷ് ആയിട്ടുണ്ട്. പിന്നെ അത് കൂടുതലും എഫക്റ്റ് അറിയാൻ പറ്റുന്നത് കയ്യിലും കാലിലുമാണ്. ഫസ്റ്റ് ഡേയിൽ ചെയ്തപ്പോൾ ഫേസിൽ അത്രയ്ക്ക് അങ്ങോട്ട് അതിഭയങ്കരമായ വെളുപ്പിനൊന്നും വ്യത്യാസം അറിയാൻ പറ്റിയില്ല. പക്ഷേ ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ കയ്യിലും കാലിലും നല്ലതുപോലെ ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആവുക മാത്രമല്ല, നല്ല കളർ ഡിഫറൻസും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കയ്യിലെ കറുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഇത്തിരി ഒരു വൈറ്റായി വന്നിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ക്രീം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു സൺസ്ക്രീൻ ലോഷൻ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഞാൻ അടുത്തതായിട്ട് ക്രീം ഇട്ടത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇടണമെന്ന് അന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ അന്ന് ഞാൻ ബിസി ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ബാക്കി പാക്ക് ഇടുന്നത്. ഇത് ഞാൻ ഇന്ന് ന്യൂ പാക്ക് ഉണ്ടാക്കിയതാണ്. അന്നത്തേത് ഞാൻ കയ്യിലും കാലിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫുൾ ഫിനിഷ് ആയിരുന്നു. ബാക്കി പിന്നെ പിള്ളേരുടെയും കയ്യിലും കാലിലൊക്കെ ഇച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി, ഒരു കുഴപ്പവുമില്ല. ഒരാഴ്ച വരെ എടുക്കാം കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ വെക്കുക. ഓരോ ദിവസവും ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കുക, എന്നിട്ട് കുളിക്കാൻ പോകുമ്പം ഫേസിലങ്ങ് ഇട്ടിട്ട് കുളിക്കാൻ പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എക്സ്ട്രാ ഒരു ബേർഡനായിട്ട് വരികയില്ല. ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുക, അതിനുശേഷം ഒരു സൺസ്ക്രീൻ ലോഷനും അപ്ലൈ ചെയ്യുക. കയ്യിലും കാലിലും ഒക്കെ ഈ മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീൻ ലോഷനും അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ പാക്കിന് വേണ്ടി എടുത്തിരിക്കുന്ന കടലമാവ് പിഗ്മെൻറ്റേഷൻ കളയാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ സ്കിൻ നല്ല ലൈറ്റൻ ആക്കും, നല്ലൊരു ഗ്ലോ തരും. അതേപോലെ സൺടാന്, ഡാർക്ക് സ്പോട്ട്സ്, സ്കാർസ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ലാർജ്ലി യൂസ് ചെയ്യുന്നൊരു സാധനം തന്നെയാണ് ഈ കടലമാവ്. ഇത് സ്കിന്നിന്റെ എക്സ്ഫോളിയേഷനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റിഷ് എഫക്റ്റ് കിട്ടുന്നത്. കയ്യിലെയും കാലിലെയൊക്കെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡേ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡേ 2 കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം ഗ്യാപ്പിലാട്ടോ ഞാൻ 3 തവണ ഈ പാക്ക് അപ്ലൈ ചെയ്തത്. ഇന്ന് ഞാൻ വീണ്ടും പുതിയ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേതൊക്കെ ഞാൻ തീർത്തു കേട്ടോ. ഇനി ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എന്നെ ആദ്യം കണ്ടതിലും ഇപ്പം കണ്ടതിലും തമ്മിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ടും പിഗ്മെൻറ്റേഷന് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സൺടാനൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല കളറും വെച്ചിട്ടുണ്ട്. ഈ ഫേസ് പാക്കൊക്കെ നമ്മൾ ഇപ്പോൾ രാവിലെയാണ് ഇട്ടതെങ്കിൽ അത് രാവിലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു വ്യത്യാസം അറിയാവേ. പിന്നെ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ എപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഫ്രഷ് സ്കിൻ രാത്രി ഫുള്ള് സൺലൈറ്റ് ഒന്നും അടിക്കാതെ നല്ല ഇതായിട്ടിരിക്കും. പിന്നെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് 20 തൊട്ട് 30 മിനിറ്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഡ്രൈ ആയി മുഖത്തിങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെയൊന്നും ഇരിക്കരുത്, അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിലങ്ങനെ തരിതരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള തരിതരിയൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പയറുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സ്ഥിരമായിട്ട് പയറ് പൊടിച്ച് വെച്ചിരിക്കും, അതുകൊണ്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഈ പാലൊക്കെ തേക്കുമ്പോൾ സാധാരണ കുരു വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ തേച്ചപ്പം എനിക്കിങ്ങനെ ചിന്നിലായിട്ട് ചെറിയൊരു കുരുവിൻ്റെ ഒരു പെയിൻ ഉള്ളിയും തോന്നി. പക്ഷേ പുറത്തേക്ക് വരും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സാധാരണ പാല് തേക്കുമ്പോൾ കുരു വന്നെങ്കിലും ഇതിനങ്ങനെ വന്നിട്ടില്ല. അത് നമ്മൾ കടലമാവ് തേക്കുന്ന സമയത്ത് കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ കടലമാവ് തേക്കുമ്പോൾ ശരിക്കും നമുക്ക് ഓയിലൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർ പേടിക്കണ്ട, ഈ കടലമാവിൻ്റെ കൂടെ നമ്മൾ പാല് ചേർത്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യും. പിന്നീട് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. ഏത് സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണേ. നമ്മൾ മിൽക്ക് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മിൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ലൊരു ക്ലെൻസറാണ്, അതേപോലെ നല്ലൊരു ടോണറും കൂടിയാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യും. ഏജിങ് സൈൻസ് ഒക്കെ വരുമ്പം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യും, ബ്രൈറ്റൻ ആക്കും. സൺടാന്, സൺബേൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് ഈ പാല്. പിന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക, അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പല ഫേസ് പാക്കുകൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ഇത് തന്നെയാണ് കേട്ടോ. ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മുടെ ഫേസ് നല്ലൊരു ക്ലിയർ ആവാറുണ്ട്, സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആവാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു വൈറ്റിഷ് ഫീലിങ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്നൊരു വ്യത്യാസം അറിയാൻ പറ്റിയത് കയ്യിലും കാലിലുമായിരുന്നു. അതിനുശേഷം ഫേസ് പാക്ക് ഇട്ട് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലും ആ ഒരു വൈറ്റിഷ് ഫീലിങ്സ് ഒക്കെ നല്ലതുപോലെ അറിയാൻ പറ്റി. അപ്പോൾ 3 ടൈംസ് ചെയ്തപ്പോഴും എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പയറുപൊടി ഇട്ട് വാഷ് ചെയ്താൽ ബെസ്റ്റാണ്. എന്തായാലും നിങ്ങൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നതല്ലേ, ആ കൂടെ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ തരും, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെലൈക്കൺ വരും, അതിലുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ചാനലിൽ ഇടയ്ക്ക് വന്ന് നോക്കിയാൽ മതി, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ, ബൈ, സീ യു, താങ്ക് യു.